വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരിൽ ആവേശത്തോടെ വോട്ട് ചെയ്ത നേതാക്കൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയും ക്യൂവിൽ നിന്നും നേതാക്കൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലെ 114 നമ്പർ ബൂത്തിലെത്തിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വോട്ട് രേഖപ്പെടുത്തിയത്. Hoping that always good persons will be getting elected. I am very happy that I have voted, and I request all the people in the state they come out in large number and do this sacred duty. പതിവ് പോലെ കുടുംബാംഗങ്ങൾക്കും നേതാക്കൾക്കും ഒപ്പമെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. പിണറായി RC അമല സ്കൂളിലായിരുന്നു മുഖ്യമന്ത്രിക്ക് വോട്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. LDFന് അനുകൂലമായ വലിയ ഒരു ജനമുന്നേറ്റം, രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വളരെ വിപുലമായ വിശ്വാസം, അതാണ് ഇന്നത്തെ വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ മൊറാഴ CH കമാരൻ UP സ്കൂളിലായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വോട്ട് ചെയ്തത്. വട്ടിയൂർക്കാവ് സെന്റ് ജോൺ സ്കൂളിലായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് വോട്ട്. KM മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ജോസ് കെ മാണി പോളിംഗ് ബൂത്തിലെത്തിയത്. മന്ത്രിമാർ ഉൾപ്പെടെ നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 7 മണിയോടെ തന്നെ വോട്ട് ചെയ്തു. പേരാവൂർ മണ്ഡലത്തിലെ ഇരിട്ടി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് വോട്ട്. AK ആന്റണി തിരുവനന്തപുരം ജഗതിയിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ UDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ആലപ്പുഴ മണ്ണാറശാലയിലും KC വേണുഗോപാൽ തിരുവമ്പാടിയിലും വോട്ട് ചെയ്തു. പാണക്കാട് CKMM ALP പോളിംഗ് ബൂത്തിലായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്ക് വോട്ട്. തൊടുപുഴ പുറപ്പുഴ സ്കൂളിൽ മകനും സ്ഥാനാർത്ഥിയുമായ അബു ജോൺ ജോസഫിനൊപ്പം എത്തിയാണ് PJ ജോസഫ് വോട്ട് ചെയ്തത്. BJP നേതാക്കളും സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ, R ശ്രീലേഖ എന്നിവർ തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ഗുരുവായൂർ ദേവസ്വം സ്കൂളിലെത്തിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിന് അരമണിക്കൂർ മുമ്പേ സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിലെത്തി. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി, ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി, അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. ഇത്തവണത്തെ ജനവിധി എങ്ങനെയാവുന്ന പ്രതീക്ഷിക്കുന്നത്? സർപ്രൈസസ് ഉണ്ടാവും. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.